ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ ഞാലിയാകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചങ്ങനാശ്ശേരി വാകത്താനം അടുത്ത്. ഫോളോവേഴ്സ് പലരും എൻക്വയറി വരുന്ന സമയത്ത് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, കൂടുതൽ നമ്മുടെ വീഡിയോസും എല്ലാം സിവിൽ കൺസ്ട്രക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണല്ലോ, ഇന്റീരിയർ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇന്റീരിയർ ഉൾപ്പെടെയാണോ ചെയ്യുന്നതെന്ന്. അപ്പം അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അസോസിയേറ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വൺ സിംഗിൾ അംബ്രല്ലയിൽ ക്ലയൻസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഇന്റീരിയർ ചെയ്തു പോകുന്ന പ്രോജക്റ്റുകളിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പലരുടെയും ചോദ്യത്തിനൊരു മറുപടിയായിട്ടാണ് കോട്ടയം ബേസ് ചെയ്ത് ബ്ലൂ വേവ് ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ടിജോയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഞങ്ങൾ ഇന്റീരിയർ പ്രോജക്റ്റുകൾ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്. അത് മാത്രമല്ല, ടിജോയും ബ്ലൂ വേവിനെയും ഞങ്ങളുടെ ഇന്റീരിയർ ഡിവിഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ റീസെന്റ് ഞാലിയാകുഴിയിൽ പൂർത്തീകരിച്ച ഒരു ഇന്റീരിയർ വർക്കിന്റെ ഡീറ്റെയിൽസും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പോകാമെന്ന് കരുതി. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഡയറക്ടർ ബ്ലൂ വേവ് ഇന്റീരിയേഴ്സ് ടിജോ. അപ്പം ഇതിന്റെ ആദ്യം നമുക്ക് ലിവിംഗ് ഏരിയ തന്നെ നമുക്ക് തുടങ്ങാം. ലിവിംഗിൽ ഒരു ഫസ്റ്റ് പോർഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ടി വി യൂണിറ്റായിരിക്കുമല്ലോ. ടിജോ, ടി വി യൂണിറ്റ് നമ്മൾ ചെയ്ത രീതി ഒന്ന് പറഞ്ഞേക്കാവോ? അതായത് മെയിൻലി നമ്മൾ വീടിന്റെ ഫോമൽ ലിവിംഗ് ആണ്. സോ നമുക്ക് ടി വി യൂണിറ്റിന് വേണ്ടി സെപ്പറേറ്റ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോമൽ ലിവിംഗിൽ തന്നെയാണ് ടി വി യൂണിറ്റുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് ആണ്. അത് 50% ഗർജൻ മറൈൻ പ്ലൈവുഡ് ആണ്. പിന്നെ അതിന്റെ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വുഡൻ ഷെയ്ഡ് ലാമിനേറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ലാമിനേറ്റ്സിന്റെ 3206 എന്ന കോഡ് നമ്പറിലുള്ള ചെറി ലെസ്റ്റർ എന്ന് പറഞ്ഞ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇപ്പം ടിജോ പറഞ്ഞു പോയ സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് മറൈൻ പ്ലേ ആണ്. അതിനകത്തൊരു കോഡ് പറഞ്ഞിരുന്നു, 710 എന്ന് പറഞ്ഞിരുന്നു. അത് കൂടാതെ 50% ഗർജൻ എന്നും പറഞ്ഞിരുന്നു. ഇന്റീരിയർ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ ലെസ്റ്റ് ആ കോഡിലുള്ള ഒരു ലാമിനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡിലുള്ള കോർ മെറ്റീരിയൽ അത് ഏത് കൊടുത്തെന്ന് പറഞ്ഞാലും ശരി, അവസാനം നമ്മൾ പാക്ക് ചെയ്ത് മോടി പിടിപ്പിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് ഒരുപാട് നമ്പേഴ്സ് ഓഫ് ചോയ്സസും അവൈലബിലിറ്റിയും ഈ ഇന്റീരിയർ സെഗ്മെന്റിൽ, പ്രത്യേകിച്ച് സിവിൽ കൺസ്ട്രക്ഷന് ശേഷം ഇന്റീരിയറിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് വൈഡ് ടെക്നോളജിയും അതനുസരിച്ചുള്ള കോസ്റ്റിങ്ങും ക്വാളിറ്റിയും പ്രൈസിങ്ങും എല്ലാം വ്യത്യാസമായിരിക്കും. ഇപ്പോഴും ഈ ഇന്റീരിയറിന്റെ കൊട്ടേഷൻസ് എടുക്കുമ്പോൾ പ്രൈസ് ഹൈപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു കൊട്ടേഷൻസ് എടുക്കുമ്പോൾ പ്രൈസ് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ ചെറിയ സ്പാനിൽ തന്നെ പറഞ്ഞ സ്പെസിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞ് പോകേണ്ടതായിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം. സാധാരണ ഈ വുഡൻ റിപ്പേഴ്സ് പല വിധത്തിൽ, ഇപ്പം ഈ കനേഡിയൻ പൈന്, മഹാഗണി ഒക്കെ പല വിധത്തിലൊക്കെ ചെയ്തു പോകാറുണ്ട്. അപ്പോൾ അതായത് നമ്മൾ കളർ സ്റ്റെയിൻ ചെയ്ത് ഒരു ഇച്ചിരി ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെ അഡോപ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ടിജോ ഒന്ന് പറഞ്ഞേരെ. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ വുഡ്, അതായത് ടീക്ക് വുഡാണ്. അപ്പോൾ ടീക്ക് വുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സോൾഡ് വുഡാണ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു തീം, അതായത് ഈ 3206 ലാമിനേറ്റ്സിന്റെ ഷെയ്ഡ് തന്നെ ഈ ടീക്ക് വുഡായിട്ട് ഏകദേശം മാച്ചിങ് വരുന്നത്. അപ്പം ആ ഒരു തീം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ടീക്ക് വുഡിനും ആ ഒരു സെയിം ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ഡിസൈൻ എലമെന്റ്സ് ആയിട്ട് മാത്രം കൊടുത്തിരിക്കുന്ന ഒന്നാണ്. ഇത് സോളിഡ് വുഡാണ്. ഇതിൽ നമ്മൾ കളർ സ്റ്റെയിൻ ചെയ്യുന്നില്ല, കറക്റ്റ് ടീക്ക് വുഡിന്റെ പോളിഷ് തന്നെയാണ്. ഇതിലൊരു ഡിസൈനിങ്ങോ ഒരു വരച്ചെടുത്തേക്കുന്ന ഒന്നുമല്ല, കറക്റ്റ് പോളിഷ് ചെയ്ത് അതിന്റെ സ്റ്റെയിൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഒരു സ്റ്റെയിനിങ്ങോ കളർ ആഡിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സീലിംഗ് ചെയ്തപ്പം നോർമലി ജിപ്സം വന്നിട്ടുണ്ട്, കുറച്ച് വുഡൻ ഫിനിഷസ് കിട്ടുന്ന വിധത്തിൽ കുറച്ച് ബോർഡർ വർക്കുകൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഈ വൈറ്റ് ഏരിയ ജിപ്സം സീലിംഗ് ആണ്. ലിവിംഗ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ എൻട്രൻസ് ഡോർ എന്ന് പറയുന്നത് തന്നെ ഒരു പാസേജിലേക്ക് തന്നെ വരും. അപ്പൊ ആ പാസേജിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഇവിടെ സീലിംഗ് തന്നെ ഒരു വുഡൻ ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ സെയിം ലാമിനേറ്റ് തന്നെ മറൈൻ പ്ലൈവുഡിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പാസേജ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സെയിം ഫീലിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ള ജിപ്സം ബോർഡ് വെച്ച് കവർ ചെയ്യുമായിരുന്നു. പിന്നീട് ബാക്കി നമ്മൾ ലൈറ്റിങ്ങിൽ വരുമ്പോൾ ന്യൂട്രൽ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ ലൈറ്റും പിന്നെ എൻ്റെ ഒരു കളർ തീമും മാച്ച് ആവുന്ന രീതി തന്നെയാണ് എല്ലാം കൊടുത്തു പോയിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഈ സീലിംഗിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് വന്നിട്ടുണ്ട്, അതുപോലെ മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് വന്നിട്ടുണ്ട്, വുഡൻ ഫിനിഷ് തന്നെ. ഈ ഡോറിന്റെ ഓൾമോസ്റ്റ് 4 ഫീറ്റ് ഈ പാത്ത് വേ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീലിംഗിൽ ഒരു വുഡൻ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻ വിട്ടിട്ട് പ്ലെയിൻ സീലിംഗ് ചെയ്തിട്ട് ഈ കോവ് വുഡൻ ഒരു സ്ട്രിപ്പ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലൈവുഡ് ലാമിനേറ്റിൽ അതിനെ ബോർഡർ ചെയ്തെടുത്തിരിക്കുക. പിന്നെ ഈ കോർണറിലേക്ക് ഒരു വാഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്.
240 LED പെർ മീറ്റർ സ്പെസിഫിക്കേഷനിലാണ് ഈ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ ആ സ്ട്രിപ്പ് എടുത്തെടുത്ത് കാണാതിരിക്കുള്ളൂ. പിന്നെ ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴത്തേനും വരുന്ന ഈ ആർക്കി ഡ്രൈവർ, ഇത് വളരെ സിമ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഈ ആർക്കി ഡ്രൈവർ വിത്ത് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത് ഈ പാർട്ടീഷനിലേക്കാണ്. നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്തപ്പോഴത്തേനും ഹാഫ് വോൾ ചെയ്തല്ലേ? അതെ, ഇവിടെ ഓൾറെഡി നമ്മുടെ ആ ഒരു ലിവിങ്ങും ഡൈനിങ്ങും നമ്മൾ പാർട്ടീഷൻ ചെയ്യാനായിട്ട്, പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അല്ലെങ്കിൽ ബാക്ക് സൈഡ് വരുന്ന ഒരു സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റീടൈനിങ് വാൾ, ചെറിയ പാർട്ടീഷൻ വോൾ കിട്ടിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പോർഷനിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ട് തന്നെ ഒരു സീ ത്രൂ പാർട്ടീഷൻ, അതായത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, ഒരു സീ ത്രൂ പാർട്ടീഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് GI പൗഡർ കോട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെ ഫ്രെയിമിങ് കൊടുത്ത്, പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് മൈക്ക കാണുന്ന ഒരു പോർഷൻ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക് സൈഡ് പ്രയർ യൂണിറ്റ് ആണ്. ആ ഒരു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്: GI വിത്ത് പൗഡർ കോട്ട്, മറൈൻ പ്ലൈ വിത്ത് ലാമിനേറ്റ്, ഇവിടെ മറൈൻ പ്ലൈ വിത്ത് ലാമിനേറ്റ്, പിന്നെ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ യൂണിറ്റ് വന്നിട്ടുള്ളൂ. പിന്നെ ഒരു സിവിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് പോർഷൻ, ഒരു ഹാഫ് വാൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ്, ഈ പ്ലെയിൻ സർഫസിന്റെ ബാക്ക് സൈഡാണ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത് പ്രയർ യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുക. പിന്നെ ടിജോ പറഞ്ഞ പോലെ ഈ സീത്രൂ ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഒരു അടഞ്ഞ ഫീൽ വരുന്നില്ല, ഒരു വിശാലത നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വീടിന്റെ ഏറ്റവും പരമപ്രധാനമായ ഏരിയ ആയിരിക്കുമല്ലോ ഇന്റീരിയറിന്റെ പാർട്ട് സംസാരിക്കുമ്പോൾ ഡൈനിങ്ങും അതിന്റെ കിച്ചണും, പ്രത്യേകിച്ച് ഓപ്പൺ കിച്ചൺ, ഇങ്ങനെയുള്ള കൺസെപ്റ്റ്. കിച്ചണിൽ ഈ ഡൈനിങ്ങിന്റെ സീലിംഗ് ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ ജിപ്സം സീലിംഗും മറൈൻ പ്ലൈയും വുഡൻ ഷെയ്ഡിൽ വരുന്ന ലാമിനേറ്റും കൊടുത്താൽ പോയിരിക്കുന്നത്. അതിന്റെ ഡിസൈൻസ് എങ്ങനെ പോയിരിക്കുന്നത് മാത്രമൊന്ന് നമുക്ക് നോക്കി പോവാം. നമ്മളിപ്പം ഇവിടെ ഈ സെയിം നമ്മുടെ ലിവിംഗ് റൂമിൽ എന്താണോ ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. പ്രത്യേകിച്ച് വരെ ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫോൾ സീലിംഗും അതിൻ്റെ ഒപ്പം തന്നെ ഈ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ പാസേജ് കാണിച്ചിരിക്കുന്ന ആ സെയിം തീം തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലാമിനേറ്റ്സ് സെയിം ഗ്രൂ ഇട്ട് തന്നെ അവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഡൈനിങ് സെറ്റ് അല്ലെങ്കിൽ ഈവൻ പോലും നമ്മുടെ ഇതിന്റെ ഫ്ലോറിംഗ് പോലും നമ്മൾ കസ്റ്റമറുടെ കൂടത്തിൽ പോയി സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഇന്റീരിയർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനർ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും, ഞാൻ ഒന്നുമല്ല നിങ്ങളുടെ വീട് പണിയുമ്പോഴത്തേക്കും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറിങ്ങും അതിന്റെ കളർ തീമുകൾ. അപ്പോൾ നമ്മൾ ഡിസൈൻ കാണിക്കുന്ന ഒരു മോഡലായിരിക്കാം. നമ്മൾ ഏത് കളർ ലാമിനേറ്റ് ആണ്, ഏത് തീമിനെ ബേസ് ചെയ്തിട്ടാണ് ലാമിനേറ്റ് ചൂസ് ചെയ്യുന്നത്, വാൾ പെയിന്റ്സ് ചൂസ് ചെയ്യുന്നത്, അതുമായിട്ട് മാച്ച് ചെയ്ത് വേണം ഈവൻ ഫ്ലോർ ടൈലും, തീർച്ചയായും അതിന്റെ എപ്പോക്സിയുടെ കാര്യങ്ങൾ പോലും നമ്മൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്നത്. അതായത് ഒരു കൺസ്ട്രക്ഷന്റെ ഒരു സ്ട്രക്ചർ കഴിയുമ്പോൾ തന്നെ ഒരു ഇന്റീരിയർ ഡിസൈനറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ടേ ഹെൽപ്പ് ചെയ്തു പോകും. മാത്രമല്ല പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് അത് ഫൈനലൈസ് ചെയ്തിരിക്കുകയും വേണം. തീർച്ചയായിട്ടും 100% ചെയ്യുകയും ചെയ്യണം. പിന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ലാമിനേറ്റ്സുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ലാമിനേറ്റ്സിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പ്ലെന്റി ഓഫ്, അതായത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പല കമ്പനികളുണ്ട്, പല കളേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഡിസൈനിൽ കാണിക്കുന്ന ഒരു മോഡൽ, വർക്കിലേക്ക് വരുമ്പോൾ വേറെ മോഡൽ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ്, അതായത് വർക്കിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലെങ്കിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു തീമുമായിട്ട് അല്ലെങ്കിൽ 3Dക്കകത്ത് എന്താണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു സെയിം എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഇന്റീരിയർ ഡിസൈനറോ അല്ലെങ്കിൽ ആർക്കിടെക്ടോ തരുന്ന ഡിസൈൻ പക്കായിട്ട് ഫോളോ ചെയ്തു പോകും. ആ ഒരു തീം നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെറിയൊരു കോട്ടയാട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മുമ്പ് പറഞ്ഞ സ്ട്രക്ചർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ ഒരു സജഷൻ വെച്ചിട്ടാണ് ആ കോർണറെ നമ്മളൊരു കോട്ടയാട് ആക്കിയതും അവിടെ ഒരു ബേ വിൻഡോ കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് അതിന്റെ തീമും അതിന്റെ GI വർക്കും പൗഡർ കോട്ടിങ്ങും കളറും എല്ലാം ചൂസ് ചെയ്ത് പോയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു പാഡി സൈഡോ ഒന്നും അല്ല. പക്ഷേ അവർക്ക് ഈ ഉള്ള സ്പേസിൽ തന്നെ ഒരു കോട്ടയാട് വേണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഈ ഒരു സ്പേസ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നമ്മളുടെ മേളിൽ സൺലൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ചെറിയൊരു 4 ഇഞ്ച് താത്തിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് കടപ്പ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ട് മെയിനായിട്ട് ഇത് കാണേണ്ടത് നമ്മുടെ GIയുടെ ഗ്രിൽ വർക്ക് തന്നെയാണ്. അതിൽ പൗഡർ കോട്ട് ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് UPVCയുടെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടാണ് ആ ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നാച്ചുറൽ വിൻഡ് അകത്തേക്ക് കയറുന്നു. സെയിം ടൈം സേഫ്റ്റി, സെക്യൂരിറ്റി അറ്റ് ദ ടൈം ബിൻസുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന വിധത്തിലാണ് അതിന്റെ കളറും ചൂസ് ചെയ്ത് പോയിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റിംഗിന് ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട്. കാരണം പകൽ സമയത്ത് അത്ര ലൈറ്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഈ ഒരു ബ്ലൈൻഡ്സ് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റും പകൽ സമയത്ത് റൂമിനകത്ത് പാസ് ചെയ്ത് പോകുന്നു. പിന്നെ സീബ്ര ബ്ലൈൻഡ്സും കൊടുത്തു അല്ലേ? അതെ. പിന്നെ ഈ കോർണർ വന്നിട്ട് നമ്മൾ ടെക്സ്ചർ ചെയ്തു അല്ലേ? ടെക്സ്ചർ ചെയ്തിട്ട് അതിൽ ഗോൾഡൻ സ്ട്രൈപ്പ് കൊടുത്തു. ഓക്കെ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ
ഡൈനിങ്ങോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ് വാഷ് ഏരിയ. അപ്പോൾ ഇതിൽ സാധാരണ എല്ലായിടത്തും തന്നെ നമ്മൾ ഈ ഗ്രാനൈറ്റിന്റെ കൂടെ തന്നെ വോളിൽ വോൾട്ടൈൽ കൊടുക്കാറുണ്ട്. അതിന് പകരം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഗ്രാനൈറ്റ് കൊടുത്തു, ബാക്ക് സ്പ്ലാഷ് പോലെ 10 സെന്റിമീറ്ററിന്റെ പീസ് കൊടുത്തു, പിന്നീട് ബാക്കിയുള്ള പോർഷൻ ഫുള്ള് നമ്മുടെ കോൺക്രീറ്റ് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു സിമന്റേനിയസ് ഫിനിഷ് കിട്ടുന്ന വിധത്തിൽ നല്ലൊരു ടെക്സ്ചർ കൊടുത്തു, ടെക്സ്ചർ പ്ലസ് ഒരു ഗോൾഡൻ സ്റ്റെപ്പ് ലൈനും കൂടി. പിന്നെ ഹാൻഡ് റെയിലും ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ തന്നെ ടീ കൂടി തന്നെ പോയി അല്ലേ? അതെ. പിന്നെ അത് തന്നെ നമ്മുടെ മെറ്റൽ CNC GL CNC കട്ട് ചെയ്ത് അതിൽ പ്രൊഫൈൽ ഫിൽ ചെയ്തിട്ട് നമ്മുടെ ബ്ലാക്ക് ഇനാമൽ ഫിനിഷ് കൊടുത്തി. ആൻഡ് നമ്മുടെ ഇത് മെയിൻ ആയിട്ട് എല്ലാ വീടുകളിലുള്ളതാണ്. ഇപ്പോൾ ഡബിൾ സ്റ്റോറി വീട് വരുന്നിടത്തെല്ലാം ഇങ്ങനെ സ്റ്റെയർ കേസിന്റെ ഏരിയ ഉണ്ടാവും. ഈ സ്റ്റെയർ കേസിന് മുമ്പ് കാണുന്ന ഈ നിഷസ് എന്ന് പറയുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്കി ഫ്രണ്ടിൽ നിന്നുള്ള പോർഷൻസ് ചെറിയ നിഷസ് ആയിട്ട് കൊടുത്ത് ഷോപ്പ് പീസ്. സാധാരണഗതിയിൽ ഈ സ്റ്റെയർ കേസ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് അതിന്റെ ബോട്ടവും ഡബിൾ ഹൈറ്റും കൂടെ ഒരു 200 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് വേസ്റ്റ് ആയി പോകുന്ന അവസ്ഥ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റെയർ കേസും ആയിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം പരമാവധി, അതായത് സ്റ്റെയർ റൂം സെപ്പറേറ്റ് എടുക്കാതെ കറക്റ്റ് ആ സ്റ്റെയർ കേസ് പൊസിഷൻ ചെയ്തിട്ട് സ്പൈറൽ സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബോട്ടം ഇൻവെർട്ടർ പോലുള്ള കുറച്ച് സർവീസ് ഐറ്റംസ് അതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലെ നീഷ് ഇതുപോലെ ഒരു ഷോ പീസസ് ഒക്കെ വെക്കാനുള്ള ഒരു പ്രൊഫൈലാക്കി എടുത്തു. ഇത് മറൈൻ പ്ലൈ തന്നെ ചെയ്ത് ലാമിനേറ്റ് നമ്മൾ ചെയ്തെടുത്തു. പിന്നെ ഇങ്ങനത്തെ ഒരു വർക്കുകളിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമ്മളിത് മറൈൻ പ്ലൈവുഡ് നമ്മൾ ലാമിനേറ്റ് ചെയ്യുമ്പം അത് ഹാൻഡ് മെയ്ഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന റേറ്റിനാണ്. നമ്മൾ റേറ്റ് കണ്ടമാനം കുറച്ച് പോകുമ്പോഴത്തേക്കും ചില ആളുകൾ ഇപ്പോൾ ഈ ഒരു 4 സെന്റിമീറ്റർ തിക്നെസ് നമ്മൾ യൂസ് ചെയ്യുന്ന എഡ്ജ് ബാൻഡാണ്. അപ്പോൾ ചില ആളുകൾ ഇവിടെ മൈക്ക് യൂസ് ചെയ്യും, കാരണം അത് അവിടെ അത്രയും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യയിലെ കമ്പനികൾ തന്നെ അത് കോസ്റ്റ് അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടി പക്ഷെ അതിന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫുൾ എഡ്ജ് ബാൻഡാണ്. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, നമ്മൾ ഹാൻഡ് മെയ്ഡ് ചെയ്ത എഡ്ജ് ബാൻഡാണ്, ഇത് മെഷീനെ ചെയ്തേക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ അതിന്റെ ഫിനിഷിംഗ് കൂടെ നോക്കുക, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന എഡ്ജ് ബാൻഡാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ ചെയ്യുന്ന സെയിം ഫിനിഷിംഗ് തന്നെ നമ്മൾ ചെറിയ ചെറിയ വർക്കുകളും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വർക്കിന്റെ ഇമ്പോർട്ടൻസിനാണ്, അല്ലെങ്കിൽ ആ ചെയ്ത വർക്കിന്റെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ബാക്ക് സൈഡിലാണ് ഈ ബാക്കി സർവീസസ് യൂണിറ്റ്, ഇൻവെർട്ടർ പോലുള്ള. അപ്പോൾ ഇതിങ്ങനെ ഒരു ഏരിയ കവർ ചെയ്ത് എടുത്തിട്ടില്ല എങ്കിൽ ഈ വക യൂണിറ്റുകളെല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ വരും. ക്ലോസ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ക്ലീനിങ്ങിനുള്ള വർക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാം. കവർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫിനിഷായി. ഓപ്പൺ കിച്ചൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന 2-3 കാര്യങ്ങൾ. സിവിൽ വർക്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യണോ, അത് കംപ്ലീറ്റ്ലി ഇൻറ്റീരിയർ ചെയ്താൽ മതി? എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. എങ്ങനെയാണ് ഇവിടുത്തെ ഈ ആർക്കിട്രേവ് ഉൾപ്പെടുത്തി അതിൻ്റെ കണ്ടിന്യൂഷനിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വീടിൻ്റെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ മേ ബി കോൺട്രാക്ടേഴ്സ് ഒരു ചെറിയ സ്ലാബ് വാർത്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം അതിൽ പിന്നെ നമ്മൾ മറൈൻ പ്ലൈവുഡ് തന്നെ അത് അഗെയിൻ പാനൽ ചെയ്യണം, പാനൽ ശേഷം പിന്നെ വീണ്ടും ലാമിനേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് എക്സ്പെൻസ് വരുന്നതിലും ബെറ്റർ ആ ഒരു ഏരിയ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആക്കിയിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റൈലിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ കാണുമ്പോൾ തന്നെ ഇതിന്റെ സ്റ്റോറേജ് ഉണ്ട്, അതായത് ഇൻസൈഡ് ചെയർ പോകാനുള്ള ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ഏകദേശം 15 to 20 സെന്റിമീറ്റർ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 8 ഇഞ്ചോളം ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇരിക്കുന്ന സമയത്ത് ഒരു കൗണ്ടർ ടേബിൾ ഇട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊവിഷൻ എപ്പോഴും നമ്മൾ കണ്ടിരിക്കണം. പിന്നെ ആ ഒരു ഡെപ്ത് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഇൻസൈഡിൽ നമ്മൾ സ്റ്റോറേജ് ആക്കി എടുത്തേക്കുന്നു. അതുപോലെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ ആൻഡ് യെല്ലോയിഷ് പോലെ വരുന്നൊരു വുഡൻ ലാമിനേറ്റ്സ് ആണ്. പൈൻ വുഡിനോടൊക്കെ അടുത്തുള്ള ഒരു ഫിനിഷ് ആണ്. അപ്പുറത്തൊക്കെ ഒരു ടീക്കിന്റെ തീമിലായിരുന്നു. പക്ഷെ ഓവറോൾ ഒരു വുഡൻ തീമിലാണ് പോയിരിക്കുന്നത്. ടോപ്പ് കൗണ്ടർ കംപ്ലീറ്റ് വുഡൻ തീമും ബേസിൽ നമ്മൾ ഹൈ ഗ്ലോസി പ്ലെയിൻ ഷെയ്ഡ് ലാമിനേറ്റ് ആണ്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ ഹാൻഡിലാണ്. ഓക്കെ, ഇതിന്റെ ലാമിനേറ്റിന്റെ ഡിഫറൻസ് ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹൈ ഗ്ലോസി ഗ്രേ ഷെയ്ഡ് ലാമിനേറ്റ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ക്ലോസിങ് കൊടുത്തിട്ടുള്ളത് ഒരു സോഫ്റ്റ് ക്ലോസിംഗ് സിസ്റ്റം ആണ്. ഉപയോഗിച്ച് പോയ മെറ്റീരിയൽ എന്താണെന്നൊന്ന് നോട്ടീസ് ചെയ്ത് പോകുമായിരിക്കും നല്ലത്. മറൈൻ പ്ലൈ വന്നു, ഹൈ ഗ്ലോസി ഗ്രേ ഷെയ്ഡ് ലാമിനേറ്റ് വന്നിട്ടുണ്ട്, പ്രൊഫൈൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഒക്കെ സോഫ്റ്റ് ക്ലോസിംഗ് പ്രൊഫൈലുകളാണ് വന്നിട്ടുള്ളത്. ടോപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഹുഡ് ആൻഡ് ഹോബിന്റെ ഈ പറഞ്ഞ പോലെ ഡക്റ്റും കാര്യങ്ങളൊന്നും കാണാതെ കറക്റ്റ് ബോക്സ് ചെയ്ത് അത് പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കിച്ചണിലെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഒരു ഏരിയ. അതായത് നമുക്ക് എല്ലാ വീടുകളിലും ഫ്രിഡ്ജ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു സ്പേസ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലുപരി നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റുള്ള ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് അത് വെക്കാനുള്ള പ്രൊവിഷൻ മിക്ക വീടുകളിലും ചെയ്യാറില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഫ്രിഡ്ജിനോട് ചേർന്ന് തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ട് ക്ലീനിങ് ഐറ്റംസുകളൊക്കെ വെക്കാൻ വേണ്ടി തന്നെ നമ്മളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൂം, ഡസ്റ്റ് ബാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് വെക്കാൻ പറ്റും. സെയിം ടൈം സൈഡിൽ നോക്കുന്നതിനും സ്റ്റോറേജ് വെക്കാനായിട്ടുള്ള ഒരു ക്യാബിനറ്റ് പോലെ അത് നിൽക്കുകയും ചെയ്യും. വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ പോലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു
ക്യാബിൻ സ്പേസ് അവിടെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഹൈറ്റിലാണ് ഈ പറഞ്ഞ വർക്ക് ഏരിയയുടെ ഗ്രാനൈറ്റും കൗണ്ടർ ടോപ്പും ഒക്കെ പോയിട്ടുള്ളത്. അത് മെയിനായിട്ട് നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്ത പോലെ കംപ്ലീറ്റ് കാർ കേസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഓൾറെഡി ഫെറോ സ്ലാബിന്റെ ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഷട്ടേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈവൻ ലോഫ്റ്റ് ആണെങ്കിലും സ്ലാബ് ഉണ്ടായിരുന്നു. സ്ലാബിലേക്ക് നമ്മൾ നമ്മുടെ മറൈൻ പ്ലൈവുഡിന്റെ സെയിം, അതായത് മെയിൻ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം തീം തന്നെ ഉപയോഗിച്ചാണ് ജസ്റ്റ് ഫ്രെയിം ആൻഡ് ഷട്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ കിഡ്സ് ബെഡ്റൂം ആണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ, വാർഡ്രോബ്, സ്റ്റഡി ഏരിയ, ബെഡ്, സൈഡ് ടേബിള്, സീലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റൂമിൽ ചെയ്തത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കിഡ്സ് ബെഡ്റൂം ആണ്. അതിൽ മെയിൻ ആയിട്ട് ക്യൂൻ സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്യൂൻ സൈസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു എൽ ഷേപ്പ് വരുന്ന വാർഡ്രോബ്സ്, ഇതിൽ റൈറ്റിംഗ് ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡ്രസ്സിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ് ടു സീലിംഗ് വരെ, അതായത് ലോഫ്റ്റ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും സീലിംഗ് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ലിവിംഗ് റൂമിൽ ഒരു തീം കണ്ടിരുന്നു. നമ്മുടെ ടിവിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വുഡൻ റീപ്പേഴ്സ് ശ്രമിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ സെയിം ഇത് തന്നെ നമ്മൾ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഇറഗുലർ ഷേപ്പിലായിട്ട് ഇത് 3 ബെഡ്റൂമിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 3 ഷേപ്പിലാണ്. അപ്പൊ ആ സെയിം നാച്ചുറൽ നാച്ചുറൽ ടീക്ക് വുഡ് തന്നെ യൂസ് ചെയ്തിട്ട് തന്നെ ആ ഒരു പോർഷനിൽ ജിപ്സം സീലിംഗ് ഇല്ല, ഡയറക്റ്റ് റൂഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വോളിലേക്ക് തന്നെ സീലിംഗിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുക. ഈ ഒരു പോർഷൻ മാത്രമേ ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളൂ. അതെ. പിന്നെ നമുക്ക് ആ ഒരു ന്യൂട്രൽ വൈറ്റ്, അതായത് വാമും അല്ല വൈറ്റും അല്ലാത്ത ന്യൂട്രൽ വൈറ്റ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു ആംബിയൻസും ഒരു വാം ആംബിയൻസും ഈ റൂമിനകത്ത് ഫീൽ ചെയ്യുന്നു. ഐ മീൻ ഈ റൂമിൽ തന്നെ അല്ല, എല്ലാ റൂമിനകത്തും കോമൺ ആയിട്ട് എല്ലാം ഈ ഒരു ന്യൂട്രൽ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇത് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ എക്സ്പോസർ സൈഡ്, അതായത് വാർഡ്രോബ്സിന്റെ എക്സ്പോസർ സൈഡ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സെയിം ലാമിനേറ്റ് തന്നെയാണ്, ഗ്രീൻ ലാമിന്റെ. പിന്നെ അതിന്റെ ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ വൈറ്റ് ഹൈ ബ്രാൻഡാണ്. വൈറ്റ് അല്ല, ഐവറി ഫോസ്റ്റ് എന്നൊരു ഹൈ ഗ്ലോസി ലാമിനേറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ ആൻഡ് ഐവറി ഫോസ്റ്റ് എന്നൊരു ഷെയ്ഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ആ സെയിം ഇത് തന്നെയാണ് കോട്ടിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കോട്ട് നമുക്കറിയാം, കോട്ട് അണ്ടർ സ്റ്റോറേജ് ഉള്ളതാണ്. കോട്ട് പോയിരിക്കുന്നത് വിത്ത് സ്റ്റോറേജ് ആണ്. അത് വീലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ബോട്ടം വീല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് ടേബിളും വന്നിട്ടുണ്ട്. അപ്പം വെരി പ്രൈം ഏരിയയിൽ നമ്മൾ നിൽക്കുന്നു. ഇത് മാസ്റ്റർ ബെഡ്റൂം. അപ്പം മാസ്റ്റർ ബെഡ്റൂമിന്റെ കിങ് സൈസ് ബെഡും ഡബിൾ സൈഡ് ബെഡ് ടേബിളും ഹെഡ് ബോർഡ്, ലോഫ്റ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബ്സ്, പിന്നെ ഒരു വർക്ക് സ്പേസ്, പിന്നെ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ഒരു പോർഷൻ ഉണ്ട്. അതിന്റെ അവിടുത്തെ ഡ്രസ് യൂണിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനും കോട്ട് ചെയ്തിരിക്കുന്നത് വിത്ത് സ്റ്റോറേജ് ആണ്. ഇത് സെയിം തീം സെയിം മെറ്റീരിയൽ ആണ് പോയിരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കിങ് സൈസ് കോട്ടാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് കിഡ്സ് ബെഡ്റൂമിൽ കണ്ടിരുന്നു ഇതിന്റെ ഹെഡ് റെസ്റ്റ് കൊടുത്തിരുന്ന കുഷ്യൻ ഒരു ബേജ് ഷെയ്ഡാണ്. അതിലേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു ബേജ് ഷെയ്ഡ് മാറി ടർക്കിഷ് ഷെയ്ഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഗ്രൂവ്, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് ഇത് എന്താണ് ഈ ഒരു ബ്ലാക്ക്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പെയിന്റ് യൂസ് ചെയ്യാറുണ്ട്. ലാമിനേറ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂവ് നമ്മൾ പ്ലൈവുഡിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ബ്ലാക്ക് ഇനാമൽ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് വിടും. അപ്പൊ അതിന് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മളൊരു 4 mm തിക്നെസ് കൊടുത്തിട്ടുണ്ട്. 4 mm ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ടൈൽസ് ചെയ്യുന്ന എപ്പോക്സി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇത് 3 BHK ഒരു വീടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ബെഡ്റൂമിലാണ് ഡ്രസ്സിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിലും പാരന്റ്സിന്റെ ബെഡ്റൂമിലും ഡ്രസ്സിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിംഗ് ആണെങ്കിൽ തന്നെ നമ്മളൊരു ഹെവി, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വീടിന് ഉപയോഗിച്ചിരിക്കുന്ന വലിയ ഹെവി ഡിസൈൻസോ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കണ്ടംപററി തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആ ഒരു നമ്മുടെ ഡ്രസ്സിങ്ങിനകത്ത് തന്നെ ഒരു ഫുൾ സ്റ്റോറേജ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതും അപ് ടു സീലിംഗ് വരെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റോറേജും കൊടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്ന വർക്കാണ്. നമ്മൾ പറഞ്ഞു പോയതിനിടയ്ക്ക് ഇതിന്റെ ഒരു തീം ശരിക്കും പറഞ്ഞ ഒരു 3 BHK കണ്ടംപററി ആണ് വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും. ആ ഒരു വിധത്തിൽ ഉള്ള ആളുകൾ വേണം ഇതിന്റെ ഡിസൈന്. ആ ഒരു ടൈപ്പ് ഓഫ് പ്രോജക്റ്റിന്, ആ ഒരു കണ്ടംപററി ആയിട്ട് വരുന്ന പ്രോജക്റ്റിന് കണ്ടംപററി ഇന്റീരിയർ ആയി നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ട്രഡീഷണൽ എക്സ്പെക്ട് ചെയ്യുന്നവർ അത് വെച്ച് പ്രോപ്പർട്ടീസ് മാച്ച് ചെയ്യേണ്ടത്. ഒരു ട്രഡീഷണൽ എക്സ്റ്റീരിയറും ട്രഡീഷണൽ ഇന്റീരിയറും വന്നു കഴിയുമ്പോഴും അത് നേരെ ഡിഫറെന്റ് ആയിട്ടായിരിക്കാം അല്ലെ? നമ്മളതിന്റെ മെറ്റീരിയൽസിന്റെ കളർ തീമുകൾ മറ്റു കാര്യങ്ങളൊക്കെ പോവാം. പാറ്റേൺ തന്നെ മാറ്റാം. നമുക്ക് ട്രഡീഷണലിലേക്ക് നമുക്ക് കൊളോണിയൽ തീം യൂസ് ചെയ്യാം. കൊളോണിയൽ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം അത്യാവശ്യമായിട്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റൈലിലൊക്കെ ചെയ്യുന്ന വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കൂടുതലും കൊളോണിയൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസിൽ തന്നെ ഒരു സെയിം എക്സാക്ട് ഫീലിംഗ് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. കണ്ടംപററി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എല്ലാം എഡ്ജസും സ്ക്വയർ ഫിനിഷസ് ആയിരിക്കും. അപ്പം കണ്ടംപററി വർക്കുകൾക്ക് കൂടുതലായിട്ട് നമ്മൾ മെഷീൻ വർക്കുകൾ ചെയ്യാൻ ഈസി ആയിരിക്കും. കൊളോണിയൽ വർക്കുകൾ വരുമ്പോഴത്തേക്കും മെഷീനെ ചെയ്തിരുന്ന വർക്കുകൾ കുറവായിരിക്കും, കൂടുതലും ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. കാരണം അതിന്റെ കർവ് കാര്യങ്ങൾ അതൊന്നും ഒരിക്കലും മെഷീനെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് മറൈൻ പ്ലൈവുഡ് അങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാം നമ്മൾ തുടക്കം തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോരുവാണെന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു
വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ സ്ട്രക്ചർ തീരുന്ന സമയത്ത് തന്നെ ഇൻറ്റീരിയർ ഡിസൈനർ നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കണം. തുടക്കം തൊട്ടുള്ള പല കാര്യങ്ങളിലും ഇപ്പം സാധാരണ കേസിൽ സംഭവിക്കുന്നത് ഇൻറ്റീരിയർ ഒരു പാർട്ടിയും അതിന്റെ ഇൻവെസ്റ്റിങ്ങിന്റെ മുമ്പായിട്ട് നമ്മുടെ ഇൻവോൾവ്മെന്റ് ഇന്റീരിയർ സൈഡിൽ നിന്ന് തുടങ്ങുകയും ചെയ്തിരിക്കും അല്ലേ? കാരണം സ്വിച്ചസ്, ഇലക്ട്രിക്കൽ സൈഡ്, പോയിന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആസ് പെർ ദ ഇന്റീരിയർ ഡിസൈൻ വെച്ച് വേണം നമുക്ക് പോയിന്റ്സ് എല്ലാം ഫിക്സ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഇത് പിന്നീട് ബാധിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേൺകി പ്രോജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ ഒരു എഞ്ചിനീയർക്കായിരിക്കും. അതെ അതെ. ഇത് സെപ്പറേറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പെയിൻറ്റിങ് ഒരാൾ, ഇൻറ്റീരിയർ ഒരാൾ, ഇലക്ട്രിക്കൽ വേറൊരാൾ, സ്ട്രക്ചർ വേറൊരാൾ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റിസ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈപ്പാസ് ചെയ്യുക. നമ്മുടെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമാണ്, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഒരു വൺ സിംഗിൾ അംബർലയുടെ അണ്ടറിലേക്ക് ഈ സർവീസസ് എൻറ്റയർലി വരിക എന്ന് പറയുന്നതിന്റെ ഒരു ആവശ്യകത അല്ലേ? വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പം വർക്ക് ചെയ്യുന്ന ആളിനേക്കാൾ ഉപരി കസ്റ്റമർക്കായിരിക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും. കാരണം അവർക്ക് സിംഗിൾ കോൺടാക്ട് മതി. ബാക്കി ഒരു ടെൻഷൻ ഇല്ലാണ്ട് ആ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്ന നമുക്കും സാറ്റിസ്ഫൈഡ് ആണ്, തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞ മാത്രമല്ല ഫിനിഷിംഗിന്റെ കാര്യത്തിലും എന്തൊരു കംപ്ലൈൻസിന് എററും റെക്ടിഫിക്കേഷനും ഇതെല്ലാം ഒരു വൺ സിംഗിൾ റെസ്പോൺസിബിൾ പേഴ്സൺ മാത്രമേ കാണുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുഴപ്പമില്ല, അവരുടെയാണ്, അവരുടെ കുഴപ്പമില്ല, ഇവരുടെയാണെന്ന് പറഞ്ഞ് ബൈപ്പാസ് ചെയ്യാനായിട്ട് 1, 2, 3 ആൾക്കാരും ഇല്ല ഒരാളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും, ഒരു വൺ സിംഗിൾ കോൺടാക്ട് പോയിന്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പം അത് തീർച്ചയായും ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ പോയിന്റ്സുകളായിക്കോട്ടെ. ഇപ്പം നമ്മളൊരു വീടിൻ്റെ സ്ട്രക്ചർ കയറുമ്പം സ്ട്രക്ചർ കഴിയുമ്പോൾ തന്നെ പ്ലാസ്റ്ററിങ് തുടങ്ങും. ആ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് തന്നെ ഇലക്ട്രിക്കലിന്റെ പോയിന്റ്സുകളെ വെട്ടിയിടേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു സിംഗിൾ അംബ്രല്ലയിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടീം വർക്ക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടീം വർക്കാണ്. ഒരിക്കലും മറ്റൊരാളെ ബ്ലെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ വർക്കല്ല അല്ല ഞാൻ ചെയ്തതിന്റെ പ്രശ്നമല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വർക്ക് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഈവൻ കസ്റ്റമറിന് പോലും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ പ്ലംബർ ഒന്ന് പറയും, ഇലക്ട്രീഷ്യൻ വേറൊന്ന് പറയും, പെയിന്റർ വന്നിട്ട് ബാക്കിയുള്ളവരുടെ കംപ്ലൈന്റ് പറയും. അപ്പൊ അതിലും നല്ലത് സിംഗിൾ അംബ്രല്ല ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്നത് 100% ആ വർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ പേജ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് മുന്നോട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പം ഇൻറ്റീരിയർ സംബന്ധമായ എന്താവശ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇൻറ്റീരിയർ വർക്കുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ഭവന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തൊരാവശ്യങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. വൺസ് അഗൈൻ മൈസെൽഫ് സെബി സെബാസ്റ്റ്യൻ ഫോർ സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. താങ്ക് യു. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.